The last class we have discussed about the residential status of individual. Individual status ആണ് പറഞ്ഞത്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അതിന് മുന്നത്തെ ക്ലാസ് we have discussed the conditions. What are the rules for the determination of residential status? That is, you have to consider the number of days stay in India during the previous year as well as the number of days stay during the preceding previous year. That is, previous year അതിന് മുന്നേ ഉള്ള year. Basic condition പറഞ്ഞത് he must be in India for at least 182 days in the previous year and he must be in India for 365 days during the 4 years preceding the previous year and 60 days in the previous year. പിന്നെ അഡീഷണൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് he must be in India out of 2 years, that is total out of preceding 10 years he or she must be in India for 2 years. മിനിമം 60 ദിവസം ഉണ്ടായിരുന്നാൽ മതി. ഒരു വർഷം എന്ന് പറഞ്ഞാൽ അവിടെ 365 ഡേയ്സ് അല്ല, 182 ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ എ ഇയർ ആസ് 182 ഡേയ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് 1 ഇയർ. അതായത് 365 എന്ന കോൺസെപ്റ്റ് അല്ല അവിടെ ഇയർ. പിന്നെ പറഞ്ഞത് ടോട്ടൽ 7 വർഷം എടുക്കുമ്പോൾ, മുന്നോട്ടുള്ള 7 വർഷം എടുക്കുമ്പോൾ 730 ഡേയ്സ് ഉണ്ടായിരിക്കണം. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ഓർഡിനറി റെസിഡന്റ്, ബേസിക് കണ്ടീഷനും ഒരു ബോത്ത് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ഓർഡിനറി റെസിഡന്റും, നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വെച്ചാൽ ബേസിക് കണ്ടീഷൻ മാത്രം ഫുൾഫിൽ ചെയ്യുന്നു, അഡീഷണൽ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. കാരണം അഡീഷണൽ കണ്ടീഷൻ ഒരെണ്ണം മീറ്റ് ചെയ്തു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. അഡീഷണൽ കണ്ടീഷൻ ടുഗദർ ആയിട്ട് മീറ്റ് ചെയ്യണം. ബേസിക് കണ്ടീഷൻ പോലും മീറ്റ് ചെയ്യാത്ത ഒരാളെ വി വിൽ കൺസിഡർ ആസ് നോൺ റെസിഡന്റ്. കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്റെ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഷെയർ ചെയ്യാനായിട്ട്. ഞാൻ മെൽഹോത്ര സാറിന്റെ ബുക്കിലെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്, ഒന്നും ഇലിസ്ട്രേഷൻസ് അല്ല. കാരണം ഇലിസ്ട്രേഷൻസ് ബുക്ക് ഉള്ളവർ കാണുമായിരിക്കും ഇതിനകത്ത് മീതി, അപ്പോൾ പിന്നെ ഇലിസ്ട്രേഷൻ ആകുമ്പോഴത്തേക്കും വീണ്ടും അത് തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും. സോ അത് ഒഴിവാക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് കൂടുതലും ഷെയർ ചെയ്തിട്ടുള്ളത്. So today we are going to discuss first, ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻസിഡൻസിന്റെ തുടക്കവും പറയാൻ എനിക്ക് പറ്റുമായിരിക്കും, ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് അതർ പേഴ്സൺസ്. അതർ പേഴ്സൺസ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസ് അല്ലാത്ത ആൾക്കാരുടെ എങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ അതർ പേഴ്സണിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുക ഫേംസ്, HUF and AOP, Association of Persons. That is when you are determining the residential status of firms, HUF, AOP, Association of Persons. ഈ 3 പേരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ആദ്യം പറയുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിനാണ് റെസിഡൻസ്, അതായത് ഓൺ ദ ബേസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും. റെസിഡന്റിനെ അഗെയിൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് HUF, ഫേം അല്ലെങ്കിൽ AOP, ഇവരുടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവർക്ക് വരച്ച് കാണിക്കാം, അപ്പൊ കുറച്ചും കൂടെ പറയാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഇൻഡിവിജ്വലിനാണ് 3 സ്റ്റാറ്റസ് ഉള്ളത്. പിന്നെ HUF-ന് 3 സ്റ്റാറ്റസ് ഉണ്ട്, എന്നുവെച്ചാൽ ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. Residential status
പറയുന്നത് നമ്മൾ firm HUF AOP ഇതിനകത്ത് ഈ HUF-ന് മാത്രം HUF-ന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രം പറയാദ്യം. ഈ HUF-ന്റെ പ്രത്യേകത ദേ ക്യാൻ ബി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, അതുപോലെ തന്നെ റെസിഡൻറ്റ് ആയവരെ തന്നെ വി ക്യാൻ ക്ലാസിഫൈ ഇൻറ്റു, നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച പോലെ യു ക്യാൻ ക്ലാസിഫൈ ദം ഇൻറ്റു ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ക്ലിയർ? പക്ഷേ when you consider firm and AOP, there are only two status. Either they will be resident or they may be non-resident. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. Or simply പറഞ്ഞാൽ this firm and AOP does not have the status called not ordinarily resident. അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇവർക്ക് ഇല്ല. Not for firm and AOP. അതുപോലെ when you are determining the residential status of HUF, you have to consider the residential status of Karta or manager. അതായത് ഈ HUF-ന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ you have to look the residential status of Karta also. എന്നിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷനിൽ എടുക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആളാണല്ലോ, ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ കേസിലെ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം, ഈ HUF-ന്റെ കേസിലെ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം ആസ് എ ടോട്ടൽ ടു ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ HUF. ഓക്കെ, ഇനി ഇവരുടെ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്. റെസിഡന്റ് ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, then not ordinarily റെസിഡന്റ് ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, then നോൺ റെസിഡന്റ് ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ.
സോ റെസിഡന്റ് ആണെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ the management and control of its affairs. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാണ്, ടെക്സ്റ്റ് ബുക്കിൽ അതർ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. The management and control of its affairs wholly or partially in India. Then ഇത് എല്ലാവർക്കും ഒരുപോലെ, ഫേമിനും HUFനും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ HUFന്റെ കേസിൽ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റാറ്റസ് വേണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദ സ്റ്റാറ്റസ് ഓഫ് കർത്ത. That is, when karta meets one basic condition and both additional condition. Additional condition. ഇത് രണ്ടും മീറ്റ് ചെയ്താൽ that particular HUF is said to be ordinary resident. അപ്പോൾ കർത്തയുടെ സ്റ്റാറ്റസും കൂടെ നോക്കിയിട്ട് ആണ് നമ്മൾ ആ HUFന്റെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താ ഈ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു പർട്ടിക്കുലർ പ്ലേസ് ഓഫ് ബിസിനസ് എന്നൊക്കെ പറയത്തില്ലേ, അതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ്, ദാറ്റ് ഈസ് ആ പർട്ടിക്കുലർ HUF ആയാലും ഫേം ആയാലും AOP ആയാലും അവരുടെ ഹെഡ് ആൻഡ് വേർ ദെയർ പവേഴ്സ് ആർ സിറ്റുവേറ്റഡ്, അതാണ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് വെച്ചാൽ ആദ്യമേ അവിടെ എഴുതിയേക്കാം, നോട്ട് ആപ്ലിക്കബിൾ ടു ആർട്ടിഫിഷ്യൽ സ്റ്റാറ്റസ് ടു ഫേം ആൻഡ് AOP. HUFന്റെ കേസിൽ പറഞ്ഞാൽ HUF നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവുന്നത്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവുന്നത് when its karta is not ordinarily resident. കർത്ത എപ്പോഴാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്? അവിടെ ഇൻഡിവിജ്വലിന്റെ കണ്ടീഷൻ. ഇൻഡിവിജ്വലിന്റെ കണ്ടീഷനിൽ എപ്പോഴാ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്? മീറ്റിംഗ് ഓൺലി ദ ബേസിക് കണ്ടീഷൻ. വേണമെങ്കിൽ മനസ്സിലാക്കി അവിടെ എഴുതിക്കുക, മീറ്റിംഗ് ഓൺലി ബേസിക് കണ്ടീഷൻ. ക്യാപിറ്റലൈസ് ആയി കിടന്നാലും കുഴപ്പമില്ല. അത് അഡീഷണൽ കണ്ടീഷൻ ഫെയിൽ ആയി പോകുന്നു, മീറ്റ് ചെയ്യാൻ ഫെയിൽ ആയി പോകുന്നെങ്കിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ കേസിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നോട്ട് ഓർഡിനറി. ഇവർക്ക് മാത്രമേ ഉള്ളൂ, HUFന് മാത്രം ഈ സ്റ്റാറ്റസ്. അതുകൊണ്ട് വേറൊന്നും പ്രത്യേകിച്ച് ഇല്ല അവിടെ പറയാൻ. ഈ നോൺ റെസിഡന്റിന്റെ കേസിൽ അധികം ക്വസ്റ്റൻ ഒന്നും അങ്ങനെ വരാറില്ല. കാരണം ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ ഒക്കെ നോക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ ക്വസ്റ്റൻ അങ്ങനെ നമുക്ക് വരുവാണെങ്കിലും വരുള്ളൂ. വരുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, എന്നാലും പക്ഷേ എക്സ്പെക്ട് ചെയ്യാം.
അത് വളരെ ഇവിടെ നമ്മൾ നോക്കിയ ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോൾലി ഓർ പാർഷ്യലി. ഹോൾലി എന്ന് വെച്ചാൽ മൊത്തത്തിൽ, അതായത് പവറും, അതായത് ഹെഡ്, അതായത് ഈ HUFന്റെയോ ഫോമിന്റെയോ AOPയുടെയോ ഹെഡ് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് ഫുൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ പകുതി ഇന്ത്യയിലോ. അപ്പോൾ ഒന്നിലെ ഫുള്ളി ഇൻ ഇന്ത്യ ആയിരിക്കും അല്ലെങ്കിൽ പകുതി ഇന്ത്യയിലായിരിക്കും എങ്കിൽ അത് റെസിഡന്റ് ആണ്. അപ്പൊ എപ്പോഴായിരിക്കും നോൺ റെസിഡന്റ് ആവുക? when it is fully outside India. Control of its affairs is wholly situated wholly outside India. ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളൂ HUFന്റെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. കാരണം ഫോമിന് AOPന് അങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻ വരാറില്ല. അതും എനിക്ക് തോന്നുന്നില്ല, ഇലിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ഡൗട്ടാണ്. ഐ ഹാവ് സീൻ ഓൺലി ദി പ്രാക്ടിക്കൽ പ്രോബ്ലം. ഒരു ക്വസ്റ്റ്യനാണ് കണ്ടിട്ടുള്ളത്. ഇലിസ്ട്രേഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ക്വസ്റ്റ്യൻ കണ്ട ഇലിസ്ട്രേഷൻ ഉണ്ട്, ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ നല്ല HUF ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിഞ്ഞില്ല. ഒരുപാട് പേര് എൻ്റെ ക്ലാസ്സിൽ ചെയ്യുന്നത് പലർക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വിഷമമൊന്നുമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ റെമിറ്റൻസ് ചെയ്തിട്ട് അവസാനം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരും എത്തിച്ചേരുന്നത്. ഈ ലൈഫിൽ ഒരു എത്തിക്സ് ഒക്കെ വേണം. പക്ഷെ ചെയ്യുന്നത് മേ ബി ഹെൽപ്പ് ചെയ്യാനായിരിക്കും. അത് അറ്റ്ലീസ്റ്റ് ഈ എടുക്കുന്ന എന്നോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ആ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന്. എനിക്ക് ഒരു പേജ് ഒരു പ്രാവശ്യം കണ്ടാൽ എക്സാമിൻ്റെ ആ പേജ് ആ പോയിന്റ് എവിടെയാണെന്ന് വരെ നല്ല പിക്ചർ മെമ്മറി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഗ്രൂപ്പിലുള്ള ഈ 123 പേരുടെ പേര് ഇപ്പൊ ചോദിച്ചാലും എനിക്ക് അറിയാൻ പറ്റും. അത്ര പെർഫെക്റ്റ് മെമ്മറി ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുമായിട്ട് മീൻസ് സംസാരിക്കുന്നതായിട്ടും നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ആഡ് ചെയ്ത് മറ്റൊരു ഗ്രൂപ്പിൽ പോകുമ്പോഴും നമുക്ക് പേര് വരുമ്പോൾ അറിയാൻ പറ്റും ആരൊക്കെയാണെന്ന്. അതുപോലെ ആഫ്റ്റർ ദ ക്ലാസ് തുടങ്ങി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് റിക്വസ്റ്റിന്റെ പ്രവാഹമായിരിക്കും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല, ഇൻഡിവിജ്വലി ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ നിങ്ങളുടെ പേരിൽ ഇത്രയും 120 പേരെയും വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അത് ഞാൻ ഒരുപാട് രൂപ, ഞാൻ കോടീശ്വരി ആവാനോ ഒന്നും വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ നോമിനൽ ഫീസ് വെച്ചതിൻ്റെ റീസൺ തന്നെ ഐ ആം നോട്ട് ഗെയിനിങ് എനിത്തിങ് ഫോർ മൈസെൽഫ്. ഈ ITPM എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പേയ്മെന്റ് ചെയ്തോന്നും എനിക്കല്ല. ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ചാരിറ്റി. ഞാൻ ഈ ഏൺ ചെയ്യുന്ന ഇൻകം ഫുൾ എൻ്റെ പേരിലൊന്നും അല്ല ഏൺ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എന്നാലും എനിക്കിത് പറയണമെന്ന് തോന്നി, ഇത്തിരി വിഷമം തോന്നുന്നുണ്ട്. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കുട്ടികളിൽ എത്തേണ്ട പൈസയാണ് അതിലൂടെ പോകുന്നത്. ഞാൻ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് 4 ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ഗ്രൂപ്പ് മാത്രമാണ് എനിക്ക് ഏർണിങ്സ് കിട്ടുന്നത്. ബാക്കിയുള്ള ഞാൻ ചാരിറ്റി കുട്ടികൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, എനിവേ നിങ്ങൾ തന്നെ ആലോചിക്കുക ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ. കാരണം ഈ ഗ്രൂപ്പിലുള്ളവർ ഷെയർ ചെയ്യാതെ ലിങ്ക് ഒരിക്കലും പുറത്തൊരു വ്യക്തിക്ക് പോകില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ. അതിൽ എന്താണ്, ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് തോന്നും നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞതായിരിക്കും എന്നൊക്കെ. പക്ഷെ ആരും പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നാലും ഒരു ക്ലാസ് എന്നുള്ള രീതി, ഒരു ടീച്ചർ എന്നുള്ള രീതി എന്നെ മുന്നിൽ വന്ന് അപ്രോച്ച് ചെയ്യുന്ന ഒരു കുട്ടീനെ ഞാനായിട്ട് ക്ലാസ്സിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ഐ ആം അക്സെപ്റ്റിംഗ് ഓൾ. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം ആരൊക്കെയാണ് എൻ്റർ ചെയ്തതെന്ന്. അപ്പോൾ നോൺ റെസിഡന്റിന്റെ കേസാണ് പറഞ്ഞത്. കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോൾലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബി നോൺ റെസിഡന്റ്. നമുക്കിനി ക്വസ്റ്റ്യൻ ഉള്ളത് കാരണം അല്ലെങ്കിൽ ബെറ്റർ ഞാൻ ബാക്കിയുള്ളതിന്റെ സ്റ്റാറ്റസും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് വേണ്ട, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിക്കോട്ടെ. ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് രാമസ് എഴുതുന്നവർക്ക് എൻ്റെ കൂടെ ക്വസ്റ്റ്യൻ എഴുതാം, അല്ലെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നോക്കി എഴുതാം. രാമസ് കർത്ത ഓഫ് HUF. He went outside India on 1st May 2018
He came back on 10th February 2019 2020 2019. In his absence, the business of the family was controlled by his brother. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കഥ പറയുന്നത്. The family has business in India as well as in China. Determine the residential status for the assessment year 2020. നോക്കാം ഈ ക്വസ്റ്റിനകത്ത് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതായത് ആദ്യമായിട്ട് പുറത്ത് പോവാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറയുന്നില്ല. അപ്പോൾ രാം എന്ന് പറയുന്ന കർത്ത, നമുക്ക് ആദ്യം കർത്ത സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. കാരണം HUF ആണ് ഇവിടെ. HUFന്റെ കേസ് വരുമ്പോൾ എപ്പോഴും യു ഹാവ് ടു ഗിവ് എംഫസൈസ് ടു ദി പേഴ്സൺ ഹു ഇസ് ദ മാനേജർ, ഹു ഇസ് ആക്ടിംഗ് ആസ് ദി മാനേജർ. അപ്പോൾ കർത്ത ഹി വാസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം, അതിന് മുന്നേ ഞാൻ എന്നാലും പ്രീവിയസ് ഇയർ പറഞ്ഞേക്കാം, എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 1st April 2019 to 31st March 2020. സോ ഇവിടെ രാം എന്ന് പറയുന്ന പേഴ്സൺ ഫസ്റ്റ് മെയ് തൊട്ട് 1st May to എന്ന് വരില്ല, ഫെബ്രുവരി വരെ ഇല്ല, 10th February. അപ്പോൾ ഉണ്ടായിരുന്ന ദിവസങ്ങള് അപ്പോൾ ഹി വാസ് ഇൻ ഇന്ത്യ എന്നൊക്കെയാണ് നോക്കുക. ഇല്ലാത്ത ദിവസം കൂടുതലല്ലേ, ഇപ്പോൾ ഉള്ള ദിവസം നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാവാം, ഏപ്രിൽ ആണെങ്കിൽ April 1 തൊട്ട് വരെ, അപ്പോൾ 30 days ഉണ്ടായിരുന്നു. മെയിൽ പോയി, ജൂണില്ല, അങ്ങനെ 10th February തിരിച്ചു വന്നു. ഫെബ്രുവരിയിൽ 10th ആവാൻ നിൽക്കുന്നു. അപ്പൊ അന്ന് കൂട്ടാം. സോ 10 to 29 20 days ഉണ്ടായിരുന്നു. അതുപോലെ മാർച്ചില് 31 days ഉണ്ടായിരുന്നു. ഓൾ ടുഗെദർ എത്ര ഡേയ്സ് ഉണ്ട്? 50 plus 31, കർത്ത എത്ര ദിവസം ഉണ്ട്? 81 days ഉണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, കർത്ത ഒരു ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പം ഹലോ 2019 അല്ലേ ഏപ്രിൽ വരുന്നത്, 20 തൊട്ട് ഫെബ്രുവരി അല്ലേ? പ്രീവിയസ് ഇയർ എന്തോടെ കാൽക്കുലേറ്റ് ചെയ്യണോ? എന്താടാ പ്രീവിയസ് ഇയർ അല്ലേ 2019 എന്ന് പറഞ്ഞു നടക്കുന്നേ? അപ്പൊ 19 ഏപ്രിൽ 1st തൊട്ട് 30 വരെ 30 days ഉണ്ട്. പിന്നെ 20 ഫെബ്രുവരി മെയിലില്ല, പിന്നെ 20 ഫെബ്രുവരി അല്ലേ?
2020 ഫെബ്രുവരി. അത് തന്നെ ഞാൻ കാൽക്കുലേറ്റ്. അത് രണ്ടുകൂടെ അതിനകത്ത് എടുക്കുമോന്ന് ഞാൻ ചോദിച്ചേ. അതെന്താ എടുക്കാത്തത്? ഇതല്ലേടാ, ഇത്രയല്ലടാ സമയം. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തൊട്ട് മാർച്ച് വരല്ലേ. ഈ ആള് തിരിച്ചു വരുന്ന എന്നാ, കെയിം ബാക്ക് എന്നാ, ഫെബ്രുവരി വന്നില്ലേ. അപ്പൊ ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെ നമ്മുടെ പ്രീവിയസ് ഇയർ ആണല്ലോ. മനസ്സിലായോ? അപ്പോ മൊത്തം 81 ഡേയ്സ് ഉണ്ട്. ഈസ് ഇൻ ഇയർ ഫോർ 81 ഡേയ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 81 ഡേയ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റെപ്പിൽ ആദ്യം പറഞ്ഞേക്കുന്നത് ഹി ഓർ ഷീ മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ്. അപ്പൊ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. വേണമെങ്കിൽ അത് എഴുതാം. നിങ്ങൾ മീൻസ് കുറച്ച് പേര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ചെയ്താൽ. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കിയിട്ട് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് because he is in India. വേണമെങ്കിൽ കർത്താന്ന് എഴുതാട്ടോ ഇവിടെ, വേണമെങ്കിൽ, നിർബന്ധമില്ല. ഫോർ ലെസ് ദാൻ 182 ഡേയ്സ്. എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ആയില്ല എന്ന് എഴുതിയാൽ മതി, എക്സ്പ്ലനേഷൻ ആവും. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ എത്ര ഡേയ്സ് ആ 365 days during the 4 years preceding the previous year. അത് ഇവിടെ ഒന്നുമേ പറഞ്ഞിട്ടില്ല അല്ലെ. ഇതിന് മുന്നേ കർത്ത പോയിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വി ക്യാൻ അസ്യൂം ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ പോകുന്നത് ഇന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മേലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ കർത്ത ഈസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം ബിഫോർ എന്നായിരുന്നു പോകുന്നത്, ഫസ്റ്റ് May, before 1st May 2019, Karta stays in India. Hence he fulfills the basic, fulfills the second basic condition. കാരണം 60 ദിവസം വേണം. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ 365 വേണം. അതുപോലെ എത്ര ദിവസം വേണം? 60 ഡേയ്സും വേണം. ഇവിടെ എത്ര ഡേയ്സ് ഉണ്ട്? 81 ഉണ്ടല്ലോ. ഫുൾഫിൽ ആയില്ലേ? ഇനി ഇദ്ദേഹത്തിന്റെ എന്ത് നോക്കണം? യു ഹാവ് ടു ഗോ ആഫ്റ്റർ അഡീഷണൽ കണ്ടീഷൻ. ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഔട്ട് ഓഫ് ദ 2 years preceding the out of 10 preceding previous year. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാവുന്നത്. അതുപോലെ പിന്നെ പറഞ്ഞേക്കുന്നത് 730 ഡേയ്സ് വേണം 7 preceding previous year എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാവുന്നത് പേര് രാം went out of India on 1st May 2019. Before second നമ്മൾ അഡീഷണൽ കണ്ടീഷന്റെ എക്സ്പ്ലനേഷൻ എഴുതുന്നത്. ബിഫോർ ദിസ് ഹി വാസ് ഇൻ ഇന്ത്യ. ഹെൻസ് he fulfills the additional conditions. ഓക്കെ, നമ്മൾ പറഞ്ഞു HUF ആകുമ്പോൾ കർത്തയുടെ നോക്കണമെന്ന് പറഞ്ഞു. കർത്തയുടെ നോക്കി. അതിനുശേഷം നമ്മൾ നോക്കേണ്ട എന്താ? ഇൻ ഹിസ് ആബ്സെൻസ്, അദ്ദേഹം ഇല്ലാതിരുന്ന സമയത്ത് ദ ബിസിനസ് വാസ് കൺട്രോൾഡ് ബൈ ദ ബ്രദർ. അപ്പോ അർത്ഥം എന്താ? രാം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ എന്നാണ് കൺട്രോൾ ചെയ്തത്. രാം ഇല്ലാതിരുന്ന സമയത്തും ആര് തന്നെ കൺട്രോൾ ചെയ്തു? ബ്രദർ തന്നെ കൺട്രോൾ ചെയ്തു. അതും എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെയല്ലേ. അപ്പൊ നമ്മൾ ഒരു കണ്ടീഷൻ നമ്മളിപ്പോ പഠിച്ചതെന്ന് വെച്ചാല് ഫസ്റ്റ് വൺ ഇസ് ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോളി ഓർ പാർഷ്യലി ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇവിടെ ഹോൾലി ഇൻ ഇന്ത്യ. രാം ഉണ്ടായിരുന്നപ്പോ രാം നോക്കി, രാം ഇല്ലാത്തപ്പോ രാമിന്റെ ബ്രദർ നോക്കി. സെക്കൻഡ് തിങ്, ഒരു HUFന്റെ കേസിൽ ആരുടെയും കൂടെ നോക്കണം? കർത്തയുടെയും നോക്കണം. കർത്ത ഇവിടെ സെക്കൻഡ് ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തു, ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ മീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? ഫർദർ തീർന്നില്ല. ആ പ്ലേസ് ഓഫ് കൺട്രോളിന്റെ കാര്യം, മാനേജ്മെന്റ് ആൻഡ് കൺട്രോളിന്റെ കേസ് ഇവിടെ
explain ചെയ്താലേ complete explanation ആവുള്ളൂ. Further, the control and management of its affairs is situated in India. The family, the HUF, family business neda, HUF neda. The HUF is ordinarily resident in India for the assessment year 2020. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ഷെയർ ചെയ്തേക്കാം. HUFൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളു. ഫേം AOP ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ കാണാറില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്തു. അത് ഫേം AOP നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. മാനേജ്മെന്റ് ആൻഡ് കൺട്രോള് ഹോൾലി ഔട്ട്സൈഡ് ഇന്ത്യ, മുഴുവൻ ഇന്ത്യയുടെ പുറത്തു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വർക്കിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്, നിങ്ങൾ അങ്ങ് ചൈനയിൽ നിന്നാണ് അത് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ദ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഇസ് ഫ്രം ചൈന. അപ്പൊ അർത്ഥം എന്താ? ഇറ്റ് ഇസ് നോട്ട് റെസിഡന്റ്. ഇഫ് യു ആർ റണ്ണിങ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, റൺ ചെയ്യുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ റൺ ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്, ബട്ട് യു ആർ കൺട്രോളിങ് ഇറ്റ് ഫ്രം ന്യൂസിലൻഡ്, ഇറ്റ് ഇസ് നോൺ റെസിഡന്റ്. മനസ്സിലായോ? ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ AOP ആയാലും ഫേം ആയാലും നോൺ റെസിഡന്റ്. പകുതിയെങ്കിലും ഒരു 6 months കൺട്രോൾ നമ്മുടെ കയ്യിലും 6 months കൺട്രോൾ ഔട്ട്സൈഡ് ഇതാണെങ്കിൽ, കാരണം ഷെയർ വെച്ചിട്ടൊക്കെ അതിന് കുറെ റൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് എവിടെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. പകുതിയോ പാർഷ്യലി ആണെങ്കിലും അത് നമ്മൾ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് നോൺ റെസിഡന്റ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അപ്പൊ കമ്പനി, when you consider a company, there is only 2 status: resident, second one is non-resident. ഈ റെസിഡന്റിന്റെ കേസ് പറഞ്ഞാല് അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, a company is said to be resident, it is an Indian company and its place of business is in India, or we can say that രണ്ട് കണ്ടീഷൻ പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ആൻ ഇന്ത്യൻ കമ്പനി. ഷോർട്ടായിട്ട് പറയാം, അത്ര നോട്ട്സൊന്നും വാരി ഇതായിട്ട് പറയുന്നില്ല, സെന്റൻസ് ആയിട്ട്. ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഇന്ത്യൻ കമ്പനി എന്ന് വെച്ചാൽ അറിയാലോ, ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് ആസ് പെർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അങ്ങനെ ഒരു കമ്പനിയായിരിക്കും നമ്മൾ ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ of its affairs is wholly in India. അതായത് ഫുള്ളി ഇൻ ഇന്ത്യ ആയിരിക്കണം. മറ്റേ കഴിഞ്ഞ കേസ് പോലെ പാർഷ്യൽ സിറ്റുവേഷൻ അല്ല പറയുന്നത്, ഫുള്ളി ഇൻ ഇന്ത്യ ആയിരിക്കണം. ഫുള്ളി ഇൻ ഇന്ത്യ. അപ്പോൾ നോൺ റെസിഡന്റ് എന്തായിരിക്കും? നോൺ റെസിഡന്റിന്റെ കണ്ടീഷൻ ഇതുപോലെ നമുക്ക് 2 പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അടുത്ത പോയിന്റ് നമ്മൾ അവിടെ എഴുതിയതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, നോട്ട് ആൻ ഇന്ത്യൻ കമ്പനി. സെക്കൻഡ് തിങ്, management and control of its affairs is wholly
ഔട്ട്സൈഡ് ഇന്ത്യ, മൊത്തം ഇന്ത്യയുടെ പുറത്താണ്. അതായത് പാർഷ്യൽ സിറ്റുവേഷൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഏതിന്റെ കേസിൽ? ഒരു കമ്പനിയുടെ കേസിൽ. കാരണം അങ്ങനെ കമ്പനീനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഇൻ ദ കേസ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ദ പ്ലേസ് വേർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വൺസ് ഇൻ എ ഇയർ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, വർഷത്തിലൊരിക്കൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണ്ടേ, ആ വൺസ് ഇൻ എ ഇയർ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ പ്ലേസിനെയാണ് വി വിൽ കൺസിഡേർഡ് ആസ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ബേസിൽ. ഒരു ക്വസ്റ്റ്യൻ മാത്രം പറയാം, എന്നിട്ട് അത് കഴിഞ്ഞ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് പറയാം. A Limited is a foreign company in the previous year 1920. Its place of effective management place of effective management is in India. Determine the residential status of A Limited for the assessment year 2021. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ പ്യുവർലി അത് റെസിഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോറിൻ കമ്പനി എന്ന് ആഡ് ചെയ്യാം. ഫോറിൻ കമ്പനി, ദാറ്റ് ഈസ് ഇഫ് എ കമ്പനി ഈസ് ഫോറിൻ കമ്പനി, അതിന്റെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോള് ഹോൾലി ഇൻ ഇന്ത്യ ആണ്. അതായത് ഫോറിൻ കമ്പനിയാണ്, പക്ഷെ അതിന്റെ മാനേജ്മെന്റ് ഫുൾ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ്സ് റെസിഡന്റ്. അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനി അല്ലാത്ത എല്ലാ കമ്പനീസും എപ്പോഴാണ് റെസിഡന്റ് ആവുക? അതിന്റെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ എവിടെ ആയിരിക്കുമ്പോ? ഇന്ത്യയിലായിരിക്കും. ഇനി അതേ കേസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ, മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് റെസിഡന്റ്. ഈ കേസിൽ ഇതൊരു ഫോറിൻ കമ്പനി ആണെങ്കിലും അതിന്റെ ഇഫക്റ്റീവ് പ്ലേസ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സോ വി ക്യാൻ റൈറ്റ് then place of effective management of a foreign company, അത് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഇന്ത്യ എന്നാണ് അർത്ഥം. ഇഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി ഈസ് ഇൻ ഇന്ത്യ. ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ്
resident. Resident in India. ഇവിടെ ഒരു ഓർ വേണേ കൂട്ടിച്ചേർക്കാം നമുക്ക്. അത് ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഇഫക്റ്റീവ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലായിരിക്കും. അതുപോലെ ഇവിടെ ഇന്ത്യൻ കമ്പനി അല്ല എങ്കിലും എങ്കിൽ അത് നോൺ റെസിഡന്റ് ആണ്. അതും അല്ല എങ്കിൽ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് ഹോളി ഔട്ട്സൈഡ്. ഈ കേസസ് ഒക്കെ വളരെ റയർ ആണ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ചിലപ്പോൾ തിയറി ഒക്കെ വന്നുകൂടായില്ല. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയാൻ പറ്റില്ല, എന്ത് വേണേലും വരാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ വിൽ ഷെയർ മോർ ക്വസ്റ്റ്യൻസ്. ഒരു 2 ക്വസ്റ്റ്യൻ കാണും, അത്രേ ഉള്ളൂ. ഒരുപാട് കാണില്ല ഇൻഡിവിജ്വലിൻ്റെ അത്ര. ഇൻഡിവിജ്വലിൽ ഇനിയും കാണും ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിയിട്ട്. മൂവിങ് ടു ദി incidence of tax. Scope of total income basis of, അതായത് ഒരു വ്യക്തി ഓർഡിനറിലി റെസിഡന്റ് ആവുമ്പോഴും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവുമ്പോഴും അതേ ആള് അഥവാ നോൺ റെസിഡന്റ് ആവുമ്പോഴും എന്താണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ടാക്സ് ഡിഫറെന്റ് ആയിരിക്കും. അയാൾക്ക് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. Incidence of tax, we call it by the name incidence of tax. ഒരു സിമ്പിൾ ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ, ഒരാള് ഇന്ത്യയില് നോൺ റെസിഡന്റ് ആണെങ്കിൽ, ഒരുപാട് കേസ് ഉണ്ട് ഇതിനകത്ത്, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒരാള് നോൺ റെസിഡന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമുക്കറിയാം, കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരുപാട് NRIക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഇന്ത്യ ഇസ് ടാക്സബിൾ. ഒരാള് റെസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ വ്യത്യാസം പറയുവാണ് ഓരോ സിറ്റുവേഷനിലും. അതായത് ഒരാള് നോൺ റെസിഡന്റ് ആകുമ്പോഴും ഒരാൾ റെസിഡന്റ് ആകുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ പറയുക. ഒരാൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ അയാളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫിൽ ജോലിയുള്ള ആള്, അയാൾ അവിടെ ആയതുകൊണ്ട്, അതായത് ഇന്ത്യയിൽ ഡേയ്സ് ഓഫ് സ്റ്റേ കുറവായതുകൊണ്ട് മിനിമം 60 ദിവസം പോലും ഇല്ലെങ്കിൽ അയാൾ മോസ്റ്റ്ലി ആവും. അല്ലെങ്കിൽ നമ്മുടെ ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷനൊക്കെ നോക്കുന്നത് അയാൾ നോൺ റെസിഡന്റ് ആയി. നമ്മുടെ ബേസിക് കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആവുക. അങ്ങനെ നോൺ റെസിഡന്റ് ആയാൽ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുമെങ്കിൽ അതിന് ടാക്സ് ചെയ്യും. ഈ അമ്മ ഒരാൾ റെസിഡന്റ് ആയാലോ എന്ത് സംഭവിക്കും? അയാള് ഇൻകം ഫ്രം ഇന്ത്യ ആൻഡ് എബ്രോഡ്, ഇവിടുന്ന് കിട്ടുന്നതും വിദേശത്ത് നിന്ന് കിട്ടുന്നത്, അതായത് വേറെ ഏത് സ്ഥലത്താണോ അവിടെ നിന്നുള്ളതും ബോത്ത് ആർ ടാക്സ്. രണ്ടും ടാക്സബിൾ ആണ്.
ഇതാണ് ബേസിക്കലി മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളുടെ ബുക്സിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വീണ്ടും ഡീം ടു അക്രൂ ആൻഡ് റെസീവ് അങ്ങനെ കുറച്ച് കേസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബേസിക് തിങ് ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് റെസീവ്ഡ് ഉണ്ട്, ഡീം ടു ബി റെസീവ്ഡ് ഉണ്ട്, അക്രൂ ഓർ എറൈസ് ഉണ്ട്, ഡീംഡ് ടു അക്രൂ ഓർ എറൈസ് ഉണ്ട്. അങ്ങനെ 4 കേസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ഒരു ഇൻകം സാധാരണ നമ്മുടെ നോർമൽ കേസിൽ ഇൻകം എങ്ങനെയൊക്കെ ആവാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ കിട്ടി, റിസീവ്ഡ് ആണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡീംഡ് ടു ബി റിസീവ്ഡ് ആവാം. തേർഡ് വൺ അക്രൂ ഓർ എറൈസ് ആവാം. അപ്പൊ അതിന്റെ ഡീംഡ് ആയ പാർട്ട്, അതാണ് 4ാമത്തെ പാർട്ട്. ഡീംഡ് ടു അക്രൂ ഓർ എറൈസ്. അതായത് ഒരാള് ഫസ്റ്റ് ടൈം അയാൾ എവിടെയാണോ റെസീവ് ചെയ്യുന്നത് ആ പ്ലേസ് ആണ് അയാൾ ശരിക്കും ഇന്ന് റിസീവ് ചെയ്ത സ്ഥലം. ഫസ്റ്റ് ടൈം റെസീപ്റ്റ് ഓഫ് ഇൻകം ആണ് ഇൻകം റിസീവ് ചെയ്ത പ്ലേസ്. ഫസ്റ്റ് ടൈം റെസീപ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അയാൾ ഫസ്റ്റ് ടൈം റിസീവ് ചെയ്തത് എവിടെയാണ്, അബുദാബിയിലാണെങ്കിൽ അത് അയാൾ പിന്നെ ഇന്ത്യയിലോട്ട് അയാളുടെ ഫാമിലിയിലോട്ട് അയച്ചു കൊടുത്താൽ അത് എന്തല്ല, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ല. ക്ലിയർ? ഇത് ആദ്യം എവിടെ നിന്നാണോ, ഏത് പ്ലേസിൽ നിന്നാണോ റിസീവ് ചെയ്യുന്നത് അതാണ് റെസിപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഫർദർ നമ്മൾ റെമിറ്റ് ചെയ്താൽ അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡീം ടു റിസീവ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ലോട്ടറി അടിച്ചു, നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 30% നമുക്ക് ഡിഡക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഗവൺമെന്റ് നമ്മുടെ അതിന് കൊണ്ടുപോകും ഇൻകം ഓൺ ചെയ്യുമ്പോൾ തന്നെ. അതിനെയാണ് നമ്മൾ TDS എന്ന് വിളിക്കുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ശരിക്കും അത് നമുക്ക് കിട്ടിയ ഇൻകം. അപ്പൊ അത് ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ആർക്ക് കൊടുത്ത പോലെയാണ്, ഗവൺമെന്റിന് കൊടുത്ത പോലെയാണ്. അല്ല എങ്കിൽ നമ്മൾ എംപ്ലോയീസ് ആണെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, PF പ്രൊവിഡന്റ് ഫണ്ട്. ഈ പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ് അതുപോലെയാണ്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയിഡ് ആയിരിക്കുന്ന ആ പീരീഡ് ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്ന പോലെ നമ്മുടെ കൈ കിട്ടുന്നില്ല. അതാണ് ഡീം ടു ബി റിസീവ്ഡ്, നോട്ട് ആക്ച്വലി റിസീവ്ഡ്. അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഡീം ടു ബി റിസീവ്ഡ് എന്ന് വെച്ചാൽ നോട്ട് ആക്ച്വലി റിസീവ്ഡ്. അക്രൂ ഓർ അറൈസ് എന്ന് വെച്ചാൽ റൈറ്റ് ടു റിസീവ് ദി ഇൻകം. അതായത് ഒരാൾക്ക് ഇൻകം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ടു റിസീവ് ദി ഇൻകം ആണ് ഈ അക്രൂ ഓർ അറൈസ്. അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് വീടുള്ള ഒരാൾ എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ അയാൾ റെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ എന്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, ഇൻകം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്താ റെന്റ് എന്ന് പറയുന്നത് ഇൻകം.
ഒരാൾ ഓണർ ആണെങ്കിൽ അയാൾക്ക് റെന്റ് എന്ന് പറഞ്ഞ ഇൻകം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ അക്രൂ ഓർ എറൈസ് എന്നുള്ളത്. ഇനി ഇതിന്റെയും കണ്ടിന്യൂഷൻ ആണ് ഡീം ടു അക്രൂ ഓർ എറൈസ് എന്ന് വെച്ചാൽ ഇൻകം not actually accrued or arisen in India. Not actually accrued or arise in India. ശരിക്കും ഇവിടെ അക്രൂ ചെയ്യുന്നില്ല, ഇവിടത്തെയും അല്ല. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ എംബസി, ഫോറിൻ എംബസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ ഇന്ത്യക്ക് വേണ്ടിയാണ് പുറത്ത് എംബസിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ സാലറി ഏൺഡ് ഇൻ ഇന്ത്യ, ദേ ആർ റിസീവിങ് ഔട്ട്സൈഡ് ഇന്ത്യ, കിട്ടുന്നത് അവിടുത്തെ കറൻസി ആണ് ഡീംഡ് ടു അക്രൂ. ശരിക്കും അത് ചോദിച്ചാൽ അതിന്റെ സോഴ്സ് ഇന്ത്യയിൽ നിന്നാണ്, പക്ഷെ റിസീവ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ പുറത്താണ്. ആണ് ഡീം ടു അക്രൂ. ഇന്ത്യക്ക് അകത്തുനിന്നല്ല അത് വരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴൊക്കെയാണ് ആർക്കൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒരു ടേബിൾ പോലൊക്കെ നിങ്ങളുടെ പല ബുക്കിനകത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ബുക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല എല്ലാവരുടെയും കയ്യില്. അപ്പൊ ഇതിനകത്ത് എല്ലാവരും കൊടുക്കേണ്ടി വരുന്ന ഒരു പർട്ടിക്കുലർ കേസ് എന്ന് വെച്ചാൽ റെസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ റെസീവ് ചെയ്താൽ എല്ലാവരും കൊടുക്കും. റെസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഡീംഡ് ടു ബി റെസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കണം. ഞാൻ അതിന് ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം, ടേബിൾ പറയുന്നേക്കാൾ നല്ലത്. അത് നമ്മൾ പഠിച്ച കേസ് ഇങ്ങനെയാണല്ലോ. ഓർഡിനറിലി റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇതിനകത്ത് ഈ റെസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാറ്റഗറി കൊടുക്കണം. ഓർഡിനറിലി റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇന്ത്യയിൽ കിട്ടിയുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും കൊടുക്കുന്നത്. ഡീം ടു ബി റെസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഈ പറയുന്ന മൂന്ന് കാറ്റഗറീസും കൊടുക്കുന്നത്. അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഈ മൂന്ന് പേരും കൊടുക്കേണ്ടി വരും. ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഈ മൂന്ന് പേരും കൊടുക്കും. 4 പേരും 3 സിറ്റുവേഷനിൽ കൊടുക്കേണ്ടി വരും. അതായത് 4 സിറ്റുവേഷനിൽ ഇവരെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും കൊടുക്കേണ്ടാത്തത് എന്ന് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഞാൻ അടുത്ത വൈകുന്നേരത്തെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും നമ്മൾ അതുപോലെ തന്നെ ഏത് കേസും എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻസിഡൻസ് ഓഫ് ടാക്സിന്റെ സ്റ്റാർട്ടിങ് എക്സ്പ്ലെയിൻ ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.
ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈവനിങ്ങിൽ ആരും ലിങ്ക് ഷെയർ ചെയ്തേക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഡു സം അതർ വേ, വേറെ എന്തെങ്കിലും ഒരു രീതി ചെയ്ത് ഉള്ളവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ക്ലാസ് എടുക്കും. താങ്ക് യു.